ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ്യൂസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊറോട്ടയാണ്. മൈദപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് പൊറോട്ട എങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ ഈ ഒരു പൊറോട്ട തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാവ് കുഴക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യം ഒരു മുട്ടയാണ് പൊട്ടിച്ച് വെച്ചത്. അതിൻ്റെ കൂടെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ഉപ്പും പഞ്ചസാരയൊക്കെ ഒന്ന് ഇളകി വരുന്നത് വരെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് ഇളകിയതിന് ശേഷം നമ്മളിതിലേക്ക് നമുക്ക് പൊറോട്ട ആക്കാൻ ആവശ്യമായ മൈദപ്പൊടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ കുറച്ചധികം പൊറോട്ടയാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ഇത് കുറച്ച് പാത്രത്തിൽ നിന്നൊക്കെ കുഴച്ചതിന് ശേഷം ഞാൻ തറയിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഒക്കെ എല്ലാം ഒന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് ഒന്ന് മാറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റിന് വെക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ നേരത്തെ കുഴക്കാനെടുത്ത പാത്രം തന്നെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്കിത് ഓരോ ബോളുകളായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിനനുസരിച്ചിട്ട് നമുക്കിതൊരു ബോളാക്കി മാറ്റാം. ഞാൻ ഇവിടെ എല്ലാം ഓരോ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നെയ്യൊന്ന് തൊട്ടിട്ട് നമ്മൾ ഈ ഒരു വണ്ണത്തിൽ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് അട്ടിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊറോട്ട വളരെ ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് പരത്തി അട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നീട്ടി പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഇനിയാണ് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമ്മളിതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടു. അപ്പോൾ ഏകദേശം നൈസായിട്ട് കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് എണ്ണ ഇട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വര വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ തന്നെ നമ്മുടെ ഈ ഒരു മാവ് എല്ലാം കൂടി ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ചുറ്റിയതൊക്കെ നല്ല മൊഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചുറ്റി വെച്ച മാവൊക്കെ എടുത്തിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമുക്ക് കല്ലുമ്മലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കല്ല് നല്ലോണം ചൂടായതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ട് അപ്പാടപ്പാടെ നമുക്കൊന്ന് ചുട്ട് വെക്കാം. ഇതെല്ലാം ഒന്ന് കല്ലുമ്മലോട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമ്മളിത് ഒരു വശം ആകുന്നതിന് നമ്മളിതൊന്ന് മറിച്ചിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊറോട്ട രണ്ട് വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളിത് ആ ഒരു ചൂടോടെ തന്നെ നമ്മളിങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം അടിച്ചെടുക്കുക. ഈ ഒരു അടിയിലാണ് ഈ ഒരു പൊറോട്ടേൻ്റെ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു
ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടിട്ട് നമുക്കിത് അട്ടിക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഇതളുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടിയ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ.